ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ക്രിസ്മസ് ഒക്കെ ഇങ്ങ് അടുത്തല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചിരിക്കുന്ന ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ ഒത്തിരി വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഈ കല്ലിൽ ചുട്ട അടയില്ലേ ഗോതമ്പിൻ്റെ, അപ്പോൾ അതാണ് നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത്തപ്പഴം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഇത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് അത് ഉണ്ടാക്കിയേ ഉള്ളൂ. അപ്പോൾ ഏത്തപ്പഴം ഉണ്ട്, കുറച്ച് തേങ്ങയുണ്ട്. ഇപ്പം നമ്മൾ ഇടുന്നത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടിയും കൊണ്ടുള്ള അടയാണ് കേട്ടോ. ഇലയിലല്ല, നമ്മളിങ്ങനെ കല്ലിൽ ചുട്ട് ഇട്ടെടുക്കില്ലേ, അങ്ങനത്തെയാണ് കേട്ടോ. അപ്പോൾ ഈ ഉപ്പിൻ്റെ ബോക്സ് എവിടെ നിന്നാന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇത് ഇവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ശർക്കര. ഇവിടെ കിട്ടുന്ന ശർക്കരയ്ക്ക് ഒരുപാട് കരട് ഉണ്ടാവാറില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ചീമ്പി ചേർത്തത്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ ശർക്കര പാനി ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ അങ്ങനെ മധുരം ഉണ്ടാക്കൽ ഒരുപാട് കുറവാണ്. അപ്പോൾ അങ്ങനെ മധുരമൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് എൻ്റെ കയ്യിൽ എപ്പോഴും ഇങ്ങനെ ശർക്കരപ്പാനി ഉണ്ടാവും. ഇന്നത് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാനത് ചീമ്പി ഇങ്ങനെ ചേർത്തെന്ന് മാത്രം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം ആദ്യം. ഇത് ഒരുപാട് ലൂസിലല്ല ഈ മാവ് വേണ്ടത്, അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മതിയാവട്ടെ ആദ്യമൊക്കെ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇച്ചിരി കട്ടിക്ക് തന്നെ ഒന്ന് കലക്കിയെടുത്തു. രാവിലെ തന്നെ നമ്മൾ ചൂടുവെള്ളം എപ്പോഴും ഉണ്ടാക്കാറുണ്ടല്ലോ, അപ്പം നമ്മളിന്ന് ഉച്ചത്തേക്കൊന്നും പ്ലാൻഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വൻപയർ പെട്ടെന്നൊന്ന് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചാൽ കുറച്ചും കൂടെ വേവാൻ എളുപ്പമാണ്. ആ ട്രിക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാനത് ചൂടുവെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചതാണ്. കുതിർന്ന് കഴിഞ്ഞിട്ട് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോതമ്പിൻ്റെ മാവിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം, ഒരു ഏത്തപ്പഴം മൊത്തം ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കൂടെ വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നമ്മുടെ ചാനലിൽ പണ്ട് സ്നാക്കായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ, ഒരുപാട് മുന്നെയാണ്. അപ്പോൾ അന്നേരത്തേക്കാളൊക്കെ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ അവർക്കൊക്കെ ഇത് ചിലപ്പോൾ പുതിയതായിരിക്കും തോന്നുന്നു. അപ്പോൾ നമ്മുടെ ദോശക്കല്ലാണ് നമ്മൾ വെച്ചത്. ഇത് ഉച്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ചെമ്മീനാണ്. എന്നൊരു ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ദോശക്കല്ലിൽ കുറച്ചൊന്ന് എണ്ണ തടവി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ എണ്ണ തടവിയിട്ട് ഉണ്ടാക്കുന്നതാണ് എളുപ്പം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ ഈ ശർക്കരയുടെ അംശമൊക്കെ വരുന്നിടത്ത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ ഒരു സ്പൂണ് കൊണ്ട് ഇത് കുറച്ചിങ്ങനെ കല്ലിലേക്ക് വെച്ചിട്ട് കൈ വെള്ളത്തിൽ നനയ്ക്കും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പരത്തി കൊടുക്കും. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഞാനത് പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ ഇതുവരെ ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ എന്നിട്ട് ഇച്ചിരി കട്ടിക്കാണ് നമ്മൾ ഈ അട വേണ്ടത്. ഇത് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. മധുരമൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം. ഞങ്ങൾ ഒരുപാട് മധുരം അങ്ങനെ ചേർത്തിട്ടില്ല. എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം നമുക്ക്, കാരണം അതിന് ഇത്തിരി വേവുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് മറിച്ചിടുക അങ്ങോട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ്. കുറച്ച് പഴമോ, ഞാനിതിനകത്ത് റോബസ്റ്റ പഴം ഇട്ടിട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന ടൈപ്പ് പഴം ഇട്ടിട്ട് ചെയ്തിട്ടില്ല, ഏത്തപ്പഴം ഇട്ടിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അട റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കൂടെ ഒരു ചായയും കൂടെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചായ കൂടി പെട്ടെന്ന് നടക്കും. ഇത് ഞാൻ സാധാരണ പാൽ ചായ കുടിക്കാറില്ല, നിങ്ങൾക്കറിയില്ല. എനിക്ക് മധുരമിടാത്ത ചായ ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ കുടിക്കാറില്ല. ഇത് കുറച്ച് ഈ ഹെർബൽ ടീ എന്നൊക്കെ പറയില്ല, ഇത് റോയിബോസ് എന്ന് പറയും, അങ്ങനെയാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എനിക്ക് തോന്നുന്നു കേട്ടോ. റോയിബോസ് ടീ എന്ന് പറയുന്നത് അതൊരു ആഫ്രിക്കൻ കൺട്രികളിലൊക്കെ ഉള്ള ഒരു പ്ലാന്റാണ്. അതിൻ്റെ ലീവ്സ് വെച്ചിട്ടുള്ള ഒരു ടീ ആണ്. അപ്പോൾ അത് ഞാനിവിടെ ഇടയ്ക്ക് ഉണ്ടാക്കി കുടിക്കാറുണ്ട്. അപ്പോൾ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ടീ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കൂടെ ഒരു അധികമാരും ഉപയോഗിക്കാത്തൊരു കോമ്പിനേഷനാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്യുന്നത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി. ഇത് കുറച്ച് മേപ്പിൾ സിറപ്പാണ്. അപ്പോൾ മേപ്പിൾ സിറപ്പിൽ മുക്കിയിട്ട് ഇത് കഴിക്കാൻ എനിക്കിഷ്ടമാണ്. ശരിക്കും ശർക്കര പാനിയിലൊക്കെ മുക്കി കഴിക്കുന്ന പോലെ തന്നെയാണ്. ഇത് ഞാൻ കണ്ടുപിടിച്ചൊരു കോമ്പിനേഷനാണ് കേട്ടോ. അങ്ങനെ വേറെ ആരും ഇത് ഇങ്ങനെ കഴിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാനത് അങ്ങനെ കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ റോയിബോസ് ടീ കുടിക്കുകയാണ്. അത് കുടിച്ചുകൊണ്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു വർക്കിംഗ് ഡേയിലെ ലഞ്ചാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് ഇന്നത്തെ ദിവസമല്ല കേട്ടോ, വേറെ ദിവസമാണേ. അപ്പോൾ ആദ്യം ഇട്ടത് ഗാർലിക് പൗഡറാണ്. പിന്നെ ഇപ്പോൾ ഇടുന്നത് ഒനിയൻ പൗഡറാണ്. ഇതൊക്കെ ഞാനിങ്ങനെ വാങ്ങിച്ച് വെക്കാറുണ്ട്. അപ്പം നമ്മൾ മാരിനേഷനാണ് ആദ്യം തയ്യാറാക്കുന്നത്.
ഇതിനകത്തേക്ക് വേണ്ടി കുറച്ച് കുരുമുളക് പൊടി ഇട്ടുണ്ടായിരുന്നു, അത് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പാപ്രിക്ക, അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ വളരെ കുറച്ച് മാത്രം മല്ലിപ്പൊടി, അതൊരു 1/2 ടീസ്പൂണിലും കുറവാണ് മല്ലിപ്പൊടി ചേർത്തത്. ഇത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, അത് ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്തിട്ടുള്ളൂ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് താങ്ക്സ് ഗിവിങ്ങിന് വാങ്ങിച്ച തൈം അതുപോലെ തന്നെ റോസ്മേരി ഒക്കെ ഫ്രഷ് ആയിട്ടുള്ളത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഡ്രൈ ആയിട്ടുള്ള നമ്മൾ കുപ്പിയിൽ വാങ്ങാനായിട്ട് കിട്ടില്ല, അതാണ് ചേർക്കാറ്. ഇത് റോസ്മേരിയാണ്. അപ്പോൾ ഇത് ഞാൻ താങ്ക്സ് ഗിവിങ്ങിന് വാങ്ങിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നത് കൊണ്ട് ഉപയോഗിച്ചെന്ന് മാത്രം. അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ആയിട്ടുള്ളത് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഫ്രഷിൻ്റെ ഒരു എന്താ പറയുക മണമൊക്കെ ഡ്രൈ ആയിട്ടുള്ളതിന് കിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ കുറച്ച് ഒലിവ് ഓയിലും ചേർത്തിട്ട് നമ്മൾ മാരിനേഷനാണ് ആദ്യം തയ്യാറാക്കുന്നത്. നമ്മൾ മാരിനേഷനൊക്കെ നന്നായിട്ട് തയ്യാറാക്കുന്ന സമയം തന്നെ നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. 450 ഡിഗ്രി ഫാരൻഹൈറ്റിൽ പ്രീഹീറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് ആണെന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മാരിനേഷൻ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉപ്പ് നോക്കണം. കാരണം നമ്മൾ റോ ആയിട്ടുള്ള എന്ത് മീറ്റ് മാരിനേഷൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ പിന്നെ അത് ടേസ്റ്റ് നോക്കാൻ പാടില്ല. കാരണം അങ്ങനെയുള്ള റോ മീറ്റൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്താൽ സാൽമണല്ല, ഇക്കോളൈ പോലെയുള്ള ബാക്ടീരിയസ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ മാരിനേഷൻ ആദ്യം തന്നെ നമ്മൾ ഉപ്പ് നോക്കണം, എന്നിട്ടേ നമ്മൾ റോ മീറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ നമ്മൾ ബ്രസ്റ്റൊക്കെ നന്നായിട്ട് എന്താ പറയുക തിരുമ്മി പിടിപ്പിച്ചിട്ട് നമ്മളത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബേക്ക് ചെയ്യുന്നത് ബ്രസ്റ്റിൻ്റെ തിക്നെസ് അനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. എനിക്കിതൊരു 35 മിനിറ്റ് വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവക്കാഡോ കുക്കിംഗ് സ്പ്രേയിൽ അതൊന്ന് തളിച്ചു കൊടുക്കുകയാണ്. ഒരു പാത്രം എന്താ പറയുക ഒരു ബേക്കിംഗ് ഡിഷിനകത്തേക്ക് അലുമിനിയം ഫോയിലിനകത്ത് അത് തളിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഇതാണ് ഇന്നത്തെ വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. ബ്രോക്കോളിയും അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ ബീൻസും ആണ്. അതിനകത്തേക്ക് ഉപ്പും കുരുമുളക് പൊടിയും മാത്രം, പിന്നെ കുറച്ച് ഒലിവ് ഓയിലും ഇട്ടിട്ട് നമ്മളൊന്ന് എന്താ പറയണ ഒന്ന് മാരിനേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ചെയ്തെടുത്തിട്ട് അതും ഈ ചിക്കൻ ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ ഏകദേശം ആവാറാകുമ്പോൾ അതിന് 10 മിനിറ്റ് മുന്നേ ഈ വെജിറ്റബിൾസും കൂടെ കൂടി അതിൻ്റെ ഉള്ളിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും രാവിലെ തന്നെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ചൂടാക്കിയും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിത് രാവിലെയാണ് ചെയ്യാറെന്ന് മാത്രം. അപ്പോൾ അതേ നമ്മുടെ 450 ഡിഗ്രിയിൽ എന്താ പറയുക ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ ചിക്കൻ ബ്രസ്റ്റ് വെച്ച് കൊടുക്കുകയാണ്. ഓരോരുത്തരുടെയും ചിക്കൻ ബ്രസ്റ്റ് എടുക്കുന്നതിൻ്റെ കട്ടിക്ക് അനുസരിച്ചിട്ട് വേവുന്ന ടൈമിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം എന്താ പറയുക ആയി കഴിഞ്ഞു. ഒരു 10 മിനിറ്റ് കൂടെ മതിയോ. അപ്പോൾ നമ്മൾ ആ 10 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് അതിൻ്റെ ചുറ്റും അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ആരണി ബ്രോക്കോളിയൊക്കെ ഡ്രൈ ആയിരിക്കുന്നതിനേക്കാളും കുറച്ച് ഒരു എന്താ പറയുക കുറച്ച് വെള്ളമയത്തോടു കൂടി ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമോ, അവൻ്റെ പാകത്തിന് എനിക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് വേറെ ഡിഷിൽ വേണമെങ്കിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒരു 12 മിനിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബ്രോക്കോളിയും ഗ്രീൻ ബീൻസും ഒക്കെ എന്താ പറയുന്നത് റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ആയോന്നൊന്ന് നോക്കിയതാണ്. അപ്പോൾ നമ്മുടെ ഇതാണ് ലഞ്ച്. ഞാനിനി ലഞ്ച് ബോക്സിനകത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് മുറിച്ചെടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക അവന് ഞാൻ കുറച്ചും കൂടെ ചെറിയ കഷ്ണാക്കി കൊടുക്കും. കാരണം അവന് നമ്മുടെ ഫോർക്കിൽ കുത്തി കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടേ. നമ്മൾക്ക് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ വേണമെന്നില്ല. ഇന്ന് ബ്രൗൺ റൈസാണ് കേട്ടോ എടുത്തത്. ബ്രൗൺ റൈസ് അവന് വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷെ ഇപ്പോൾ അവൻ കഴിച്ചത് പരിചയമായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബ്രൗൺ റൈസ്, പിന്നെ കുറച്ച് നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്തത്, നമ്മുടെ വെജിറ്റബിൾസ് ആ ഒരു ട്രെയിലേക്ക് ഇടുകയാണ്. ഇന്ന് കൊടുത്തു വിട്ടത് കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒലീവ്സാണ്. അപ്പോൾ ഒലീവ്സും കൂടെ ഇങ്ങനെ വാങ്ങാനായിട്ട് കിട്ടും. പിന്നെ ഇത് ആപ്പിളിൻ്റെ കഷ്ണങ്ങളാണ്. അത് നല്ല ഷേപ്പിലൊന്നും മുറിക്കാനൊന്നും സമയം കിട്ടിയില്ല. ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും ലഞ്ച് ബോക്സ് റെസിപ്പീസ് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ കാണിച്ചെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും ഇന്നത്തെ ദിവസത്തേക്ക് തിരിച്ചു വരാം. ഞാൻ ആദ്യം വൻപയർ ഒന്ന് വേവിക്കാനായിട്ട് കുക്കറിനകത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ കപ്പങ്ങ വൻപയർ തോരൻ, ഒരു പ്രോൺസിൻ്റെ കറി, അതുപോലെ തന്നെ ഒരു മുട്ട പൊരിച്ചത്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. നമ്മൾ അരി അടപ്പത്തിട്ടതാണ്. ഞാനിവിടെ കോസ്കോയിൽ നിന്ന് പാർബോയിൽഡ് റൈസ് വാങ്ങാറുണ്ട്. അപ്പോൾ അതാണ് ഇടയ്ക്ക് ഉപയോഗിക്കാറ്. അപ്പോൾ അതാണത്. അപ്പോൾ നമ്മുടെ പ്രോൺസ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഇരിക്കുന്ന പൊടികളൊക്കെയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്തത്. പിന്നെ കാശ്മീരി മുളക് പൊടി, അത് നമ്മൾക്ക് കളറിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ഇവിടെ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. എരിവും കുറവല്ലേ, മോനും കഴിക്കാൻ പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പം ചേർത്തത് ഒരു പിഞ്ച്
നമ്മുടെ ഉലുവ വറുത്ത് പൊടിച്ചതാണ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ ഈ കറിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വിനാഗിരി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിക്കാൻ മറന്നുപോയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ വിനാഗിരി ഒഴിക്കണം കേട്ടോ. വിനാഗിരി ഒഴിക്കുമ്പോൾ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്നിട്ട് അതെല്ലാം കൂടി തിരുമ്മി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നത് നല്ലതാണ്. നമ്മൾ ആ ചോറ് അടുത്ത അടുപ്പിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ എല്ലാം കുക്ക് ചെയ്യാം. ഒരു അടുപ്പിൽ നമ്മുടെ ചോറായിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ കറികൾ ഇപ്പുറത്ത് 2 അടുപ്പിലും വെച്ചിട്ട് ചെയ്യാം. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ക്ലിപ്സ് ഒരുമിച്ചാക്കിയിട്ടാണ് കാണിക്കേണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മളുടെ പാത്രത്തിനകത്തേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു അടിപൊളി പ്രോൺസ് കറിയാണ് കേട്ടോ, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ പ്രോൺസ് ഒന്ന് വരട്ടിയെടുക്കണം. ഒരു 5 മിനിറ്റ് താഴെ മതി. നമ്മുടെ ആ മസാലയൊക്കെ ഇല്ലേ, അതായത് നമ്മൾ ഇട്ടിരിക്കുന്ന പൊടികളെല്ലാം പ്രോൺസിൽ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് വരണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് നന്നായി വരണ്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ അവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള നീളത്തിലരിഞ്ഞത്, ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 1-2 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, പിന്നെ കുറച്ച് ചെറിയുള്ളി മുഴുവനെ, അതിങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത്, ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് പച്ചമുളക് ഇടണം കേട്ടോ, ഞാൻ മറന്നുപോയി, പിന്നീട് ചേർക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഈ കറി ഉണ്ടല്ലോ നമ്മുടെ ചോറിനും ചപ്പാത്തിക്കും അതുപോലെ തന്നെ ബ്രെഡിനൊക്കെ കിടുക്കാച്ചി കോമ്പിനേഷനാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ 2 പച്ചമുളക് കിട്ടും, നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇതിങ്ങനെ ഈ പച്ച സവാളയിൽ കിടന്ന് വരണ്ട് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ക്ലിപ്സ് ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കണേ. അപ്പോൾ ഇതിനകത്തേക്ക് കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. ഞാനിവിടെ ഇങ്ങനെയുള്ള തോരനൊക്കെ സാധാരണ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറില്ല, എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും തോരൻ ഉണ്ടാക്കാൻ തോന്നുന്നു. നമ്മളത് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് വറ്റൽമുളക്, ചതച്ച മുളകില്ലേ, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ കപ്പങ്ങയും വൻപയറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചതച്ച മുളക് ചേർത്തിട്ട് ഉണ്ടാക്കണതാണ് നല്ല ടേസ്റ്റ് പച്ചമുളകിനേക്കാളും. അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ കപ്പങ്ങ ചേർക്കുകയാണ്. കപ്പങ്ങ ഇത് പച്ചക്കപ്പങ്ങ ആയതുകൊണ്ട് തന്നെ വേവാനായിട്ട് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വേറെ സെപ്പറേറ്റ് വേവിച്ചിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് അല്ലെങ്കിൽ എളുപ്പത്തിൽ വെന്ത് കിട്ടും. പക്ഷെ നമ്മൾക്ക് കുഴപ്പമില്ല. അപ്പോൾ അതേ നമ്മുടെ ഇവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഉണ്ടല്ലോ ഒരു നല്ല മണമാണ് വരുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് കേൾക്കല്ലല്ലോ മണം. അത് വരുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു എന്താ പറയണ അടിപൊളി കറി ആയിരിക്കുന്നൊരു തോന്നൽ അപ്പം തന്നെ വരും നമുക്ക്. അപ്പോൾ നമ്മുടെ കപ്പങ്ങത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുകയാണ്. നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ട് കപ്പങ്ങ വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ പയർ വെന്തുണ്ടാവും. നമ്മളുടെ ഈ സവാളയെല്ലാം ഒന്ന് വാടിക്കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് 2ാം പാലാണ് ചേർത്ത് കൊടുത്തത്. ഞാനിവിടെ ക്യാനിൽ കിട്ടുന്ന പാല് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് 2ാം പാൽ എടുക്കാറ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇനി നമ്മളുടെ എന്താ പറയണേ ഇതെല്ലാം കൂടി നന്നായിട്ട് തിളച്ച് എല്ലാം ഒന്ന് ചാറൊക്കെ ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് കപ്പങ്ങ വെന്തോന്ന് നോക്കാനായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ ഇത് നല്ലോണം വേവുള്ള കപ്പങ്ങയായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലോണം സമയം എടുത്തു കേട്ടോ ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ചാറെല്ലാം നന്നായി തിളച്ച് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചെറിയുള്ളി ഇട്ടതൊക്കെ നന്നായി വാടിയിട്ട് അതിന് നല്ല മണം. അപ്പോൾ നമ്മൾ ഇനി ഇപ്പോഴാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുളിക്ക് അനുസരിച്ച് തക്കാളി ചേർക്കാം. നമ്മുടെ തക്കാളിക്ക് ഒരുപാട് പുളിയുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് വിനാഗിരിയുടെ അളവിൽ വ്യത്യാസം വരുത്തണം. ഇതുപോലെ മേലേക്ക് ഇങ്ങനെ അങ്ങ് തക്കാളി അരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ ഫിഷ് മോളിയൊക്കെ ഉണ്ടാക്കുന്ന ഏകദേശം ആ ഒരു രീതി തന്നെയാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി തക്കാളി ഒന്ന് വാടി വരട്ടെ കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു സബ്സ്ക്രൈബറാണ് പറഞ്ഞത് മുട്ട പൊരിക്കുമ്പോൾ കറിവേപ്പില ചേർത്ത് നോക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഞാനത് ചേർത്തിട്ടുണ്ടായിരുന്നു. കിഡ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആരാണെങ്കിൽ അത് പറഞ്ഞു തന്ന ആൾക്ക് ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കറിക്ക്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അവസാനത്തെ 1ാം പാലങ്ങ് ചേർക്കുകയാണ്. അതൊന്ന് 1ാം പാൽ നല്ലതായിട്ടൊന്ന് തിള വരുമ്പോൾ നമ്മൾ കറി ഓഫ് ചെയ്യാം. ഇത് ഞാൻ എന്താ പറയുക അതിനകത്തേക്ക് കറിക്കകത്തേക്ക് നമ്മൾ താളിച്ചൊഴിക്കുന്നുണ്ട്. താളിച്ചൊഴിക്കുകയും കൂടെ ചെയ്യുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ വെറുതെ ചെറിയുള്ളിയും കറിവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ ഉണക്കമുളകും അതും കൂടെ കൂടിയിട്ട് താളിച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഒഴിക്കുക. നമുക്കത് ഒന്ന് മൂടി വയ്ക്കാം. നിങ്ങളിതൊന്നും ഉണ്ടാക്കി നോക്കണോട്ടോ. ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയല്ലേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കപ്പങ്ങ വെന്ത് വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കുകയാണ്. അത്രയും പയർ ആവശ്യമില്ല. ഞാൻ എപ്പോഴും പയർ വർഗ്ഗങ്ങളൊക്കെ വേവിക്കുമ്പോൾ കുറച്ചധികം വേവിക്കും. അപ്പോൾ നമുക്ക് ബാക്കി എന്തിനെങ്കിലും എനിക്ക് സലാഡിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം വേവിക്കും. അപ്പോൾ ഇത് നമ്മുടെ പയർ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. കപ്പങ്ങയും പയറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള തോരനാണ്. അപ്പോൾ നമ്മുടെ കപ്പങ്ങ പയർ എല്ലാം റെഡിയായി. അത് ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഞാനൊരു മുട്ടയും കൂടെ പൊരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. നമ്മളിതുപോലെ ഈ ദോശക്കല്ലിലുണ്ടല്ലോ, ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ മുട്ട പൊരിച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ എന്താ പറയുന്നത് പാകമായിട്ട് കിട്ടും. അതായത് ഈ സീസൺ ചെയ്യാന്ന് പറയില്ലേ നമ്മൾ, അടി പിടിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ മുട്ട പൊരിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഈ നമ്മൾ അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ മുട്ട പൊരിക്കുന്നത് അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രത്തിൽ മുട്ട പൊരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ മുട്ട പൊരിച്ചങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചോറ് റെഡി ആയിട്ടാണ്. മുട്ട പൊരിച്ച് ഇതുപോലെ മൂടി വെച്ച് പൊരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ തോരനും കറിയും അതുപോലെ മുട്ട പൊരിച്ചും കിട്ടിയിട്ട് നല്ല അടിപൊളി ചോറുണ്ടാലോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കറിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്, ഒരുപാട് തവണ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഞാനിങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ഈ രീതിയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കണം. കാരണം നമ്മളെപ്പോഴും ഉള്ളിയൊക്കെ വഴറ്റിയിട്ടല്ലേ നമ്മൾ പിന്നീട് സാധനങ്ങൾ ചേർക്കുക. പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അതിനേക്കാളും ടേസ്റ്റായിട്ട് തോന്നി. അപ്പോൾ നമ്മുടെ കപ്പങ്ങയും തോരനും പിന്നെ ഒരു മുട്ട പൊരിച്ചതും ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എല്ലാവരും താങ്ക്സ് ഗിവിങ്ങിൻ്റെ റെസിപ്പീസൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ താങ്ക്സ് ഗിവിങ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അങ്ങനത്തെ മെസ്സേജൊക്കെ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളത് താങ്ക്സ് ഗിവിങ്ങിന് അതൊന്നും ആർക്കും അത്ര താല്പര്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ താങ്ക്സ് ഗിവിങ്ങിന് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. പക്ഷേ കുറച്ച് ഫോട്ടോസും നമ്മൾ ചെയ്തതിൻ്റെ കുറച്ച് വീഡിയോ വീട്ടിലൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് എടുത്ത കുറച്ച് ക്ലിപ്സ് ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. പിന്നെ താങ്ക്സ് ഗിവിങ്ങിന് ഞങ്ങൾക്ക് ഗസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ ചിക്കൻ ബട്ടർഫ്ലൈ ചെയ്തിട്ട് ചിക്കനാണ് ഉണ്ടാക്കിയത്. ട്രഡീഷണൽ താങ്ക്സ് ഗിവിങ് പോലെ ടർക്കി അല്ല കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ചിക്കനും വെജിറ്റബിൾസും ഒക്കെ കൂടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രിപ്പറേഷനായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡിഷസ് ഒന്നും ഉണ്ടാക്കിയില്ല. ഗ്രീൻ ബീൻ കാസറോൾ ഉണ്ടായിരുന്നു, മാഷ് പൊട്ടാറ്റോസ് ഉണ്ടായിരുന്നു, വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു പെക്കാൻ പൈ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്രാൻബെറി സോസ്, പിന്നെ അവന് കുറച്ച് സ്വീറ്റ്സ് ആയിട്ട് കപ്പ് കേക്ക്സ്, ഇത്രയൊക്കെ സാധനങ്ങളാണ്. ഞങ്ങളുടെ താങ്ക്സ് ഗിവിങ് ഇങ്ങനെയായിരുന്നു കേട്ടോ. ചിക്കൻ വെച്ചിട്ടുള്ള ഒരു താങ്ക്സ് ഗിവിങ് ആയിരുന്നു. ഞങ്ങൾക്ക് ഈ ഗ്രീൻ ബീൻ കാസറോളും ചിക്കനും അതുപോലെ പെക്കാൻ പൈയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള അങ്ങനെ പിക്ക് ചെയ്തിട്ടുണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഒരിക്കൽ കാണിക്കാം കേട്ടോ. ഗ്രീൻ ബീൻ കാസറോളിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ താങ്ക്സ് ഗിവിങ്ങിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ എടുക്കാനോ ഇടാനോ പറ്റാത്തതിൽ സോറി കേട്ടോ. നമ്മളിനി അടുത്ത തവണ നമുക്ക് ശരിയാക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.